പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം 295 റൺസിനാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്. 238 റൺസിന് രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഹരികൃഷ്ണൻ ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഹരി, പ്രതീക്ഷിച്ചതാണ് ഇന്ത്യയുടെ വിജയം, പക്ഷേ വളരെ തിളക്കമാർന്ന ഒരു വിജയം തന്നെയാണല്ലോ ഇന്ത്യ ഇന്ന് നേടിയിരിക്കുന്നത്. 3-12. അതിൽ നിന്ന് ഇന്ന് എന്തായിരുന്നു കാണാൻ സാധിച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയുടെ? കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ചരിത്ര വിജയം, ആധികാരിക വിജയം എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടി വരും. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ കണ്ടീഷൻസ് അല്ലാതെ ഓവർസീസിൽ പോയി ഓസ്ട്രേലിയയിൽ പോയി 4ാം ദിനത്തിൽ തന്നെ ഇന്ത്യ ഒരു ചരിത്ര വിജയം നേടിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല ഇന്ത്യയുടെ താൽക്കാലിക ക്യാപ്റ്റനായ ജസ്പ്രീത് ബുംറയുടെ ഒരു നേട്ടവും കൂടിയാണെന്ന് എടുത്തു സൂചിപ്പിക്കണം. 2022 അജിങ്ക്യ രഹാനെ ഉപേക്ഷിച്ചു പോയ ആ ടെസ്റ്റ് സീരീസിൽ പിന്നീട് ബുംറ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയായിരുന്നു. ഇത്തവണ രോഹിത് ശർമ്മ ആദ്യത്തെ ടെസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, ബുംറ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു. ബുംറയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീമിന് ചരിത്ര വിജയം, ഒരു ഉജ്ജ്വല വിജയം എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടി വരും. ഓസ്ട്രേലിയൻ മണ്ണിൽ ബോർഡർ ഗവാസ്കർ പോലത്തെ ഒരു സീരീസിൽ, പ്രത്യേകിച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫി. അപ്പോൾ ആ സീരീസിൽ തന്നെ ഇന്ത്യയുടെ തുടക്കം മികച്ചതായി മാറി. ആദ്യ ഇന്നിംഗ്സിൽ തിളക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 150 റൺസിന് ഓൾ ഔട്ട് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ തിരിച്ചടിച്ചുകൊണ്ട് ബുംറയും സിറാജും കൂട്ടുകെട്ടിൽ 112 റൺസിന് ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് കണ്ടത് കിങ് കോഹ്ലിയുടെ ഒരു തുടർച്ചയായ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. കാരണം കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 16 മാസമായിട്ട് തിളങ്ങാതെ പോയ കോഹ്ലി 16 മാസങ്ങൾക്ക് ശേഷം ഒരു സെഞ്ചുറി നേടിയെടുക്കുന്നു. അതോടെ തന്നെ ജയ്സ്വാളും കൂട്ടത്തിൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ നൽകുകയായിരുന്നു. പിന്നീട് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിര വീണ്ടും തകരുകയായിരുന്നു. 3-ാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 12 റൺസ് എന്ന നിലയിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടത് സിറാജും ബുംറയും ചേർന്നുള്ള ഒരു പോരാട്ടമായിരുന്നു. മാത്രമല്ല നിതീഷ് കുമാർ റെഡ്ഡി ടെസ്റ്റിൽ ആദ്യത്തെ വിക്കറ്റ് നേടുകയും ചെയ്തു. അങ്ങനെ നിതീഷ് കുമാർ റെഡ്ഡിക്കും ഒരു മധുരമുള്ള ഒരു തുടക്കമായി പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് മാറുകയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 5 മത്സരങ്ങളിൽ തുടക്കത്തിലെ മത്സരം ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ 1-0 പരമ്പര നേടുകയാണ് ഇന്ത്യ. മാത്രമല്ല രോഹിത് ശർമ്മയില്ല, രവീന്ദ്ര ജഡേജയില്ല, രവിചന്ദ്രൻ അശ്വിനില്ല. അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് ഇന്ത്യയുടെ ഈ നേട്ടമെന്നും സൂചിപ്പിക്കേണ്ടി വരും. തുടർന്നുള്ള മത്സരങ്ങളിൽ രോഹിത് ശർമ്മയും കളിക്കുന്നതായിരിക്കും. അപ്പോൾ മികവാർന്ന ഒരു വിജയം എന്ന് തന്നെ ഓസ്ട്രേലിയൻ മണ്ണിൽ 150 റൺസിന് 1ാം ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആയി ഇന്ത്യയാണ്. തുടർന്ന് 104 റൺസിന് ഓസ്ട്രേലിയയെ ഓൾ ഔട്ട് ആക്കുകയും 2ാം ഇന്നിംഗ്സിൽ 238 റൺസിന് ഓസ്ട്രേലിയയെ വീണ്ടും ഓൾ ഔട്ട് ആക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ 295 റൺസിന്റെ വൻ വിജയമാണ് പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ പേസിന് അനുകൂലമായ പിച്ചിൽ ഇന്ത്യ നേടിയിരിക്കുന്നത്.